കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ വെള്ളത്തോടക്കന് വീട്ടിലേക്ക് ഏറ്റി കൊണ്ടുപോവേണ്ടി വരും. ഇത്രയേറെ തുണികൾ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ കൊണ്ടുപോകും? ഓരോന്നായി കൊണ്ടുപോയി അവിടെ വെള്ളം വാരാൻ തൂക്കിയിടാം. എന്നാ ആ വെള്ളമെങ്കിലും പോയി കിട്ടുമല്ലോ. നോക്ക് സെൽഫിക്കറെ, പാവം നമ്മളെ മുത്ത് മഴ കൊണ്ട് അലക്കുന്നു. അവളുടെ ആ ചെറിയ ദുഷ്ട എന്തിനാ ഈ മഴയത്ത് അവള് വിട്ടത്? ആ ദുഷ്ട ചെറിയമ്മന്റെ അടുത്ത് ഇരിക്കണേക്കാൾ നല്ലതേ ഓക്കെ മഴ കൊള്ളണതാവും. മുത്തേ, പാറു, നിങ്ങളിതെപ്പോ വന്നു? ഞങ്ങൾ ഇവിടെ വന്ന് നിന്നിട്ട് കുറച്ചു നേരായി മുത്തേ, പക്ഷേ നീ കണ്ടില്ലെന്നേ ഉള്ളൂ. പാറു, അതെന്താന്നറിയോ, നല്ല മഴ ഇനിയും മുറുകിയാലേ ഞാനിവിടെ ഒറ്റക്കായി പോവൂലേ, അപ്പോഴേക്കും പെട്ടെന്ന് അലക്ക് തീർക്കായിരുന്നു. മുത്തേ, നീ എന്തിനാ ഒറ്റയ്ക്ക് വരാൻ നിന്നത്? നിനക്ക് ഞങ്ങളെ കൂടി വിളിച്ചൂടായിരുന്നോ? അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ വരൂലേ? അതല്ല പാറു, ഞാൻ നിന്നെ കൂടി വിളിക്കാൻ നിന്നാലേ എന്തിനാ വെറുതെ നിങ്ങൾ കൂടി മഴ കൊള്ളുന്നത്? എനിക്ക് പിന്നെ ഇതൊക്കെ ശീലമായതല്ലേ, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഏത് മഴയും എനിക്കൊരു പ്രശ്നവും ഇല്ല. മുത്തേ, ഈ മഴയത്ത് അവിടെ ഇട്ടിട്ട് എന്താ കാര്യം? ശരിയാ പാറു, ഞാനതങ്ങോട്ട് മറന്നു. ഞാനും വിചാരിച്ചു അതിലെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോട്ടേന്ന്. പക്ഷേ വീണ്ടും അതിലേക്ക് മഴവെള്ളം ആയിക്കൊണ്ടിരിക്കല്ലേ. മുത്തേ, എന്ത് പറ്റി? എന്ത് പറ്റി മുത്തേ? എന്താ പറ്റിയത്? മുത്തേ, എന്താ? പാറു, എന്റെ കാലിൽ മുള്ളു കുത്തി. പാറു, നല്ല വേദനിക്കുന്നു. മുത്തേ, അപ്പൊ നീ അലക്കാനൊക്കെ വരുമ്പോ ഒരു ചെരുപ്പിട്ടിട്ട് വേണ്ടേ വരാൻ? പോയി മുത്തേ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ശരിയായില്ലേ? ഇപ്പൊ വേദനയില്ല പാറു. എടി പെണ്ണേ, നിനക്ക് അലക്കാൻ വരുമ്പോ ഒരു ചെരുപ്പിട്ട് വന്നോടെ? നല്ല ആളാ പറഞ്ഞു കൊടുക്കണത്. പാറക്കുട്ടിയെ, ഇതാദ്യം ചെരുപ്പിട്ടിട്ട് വാ, എന്നിട്ട് മുത്തിനോട് പറഞ്ഞു കൊടുക്ക്. എന്റെ കാലുമൊക്കെ നോക്കിയേക്കാ, നല്ലൊരു ഷൂ ഉണ്ടോ എന്റെ കാലുമേ? അത് പിന്നെ ഇത് ചെരുപ്പേ ഞാൻ അവിടേക്ക് തിരിഞ്ഞു, അവിടെ ഒന്നും കാണാല്ല. അപ്പൊ ഞാനേ കുഞ്ഞാപ്പ് വിളിച്ചപ്പോഴേ ഇങ്ങോട്ട് ഓടിയതാ. എന്നാലും മുത്തേ, നീ എന്താ ചെരുപ്പിടാത്തേ? പാറു, എനിക്ക് ചെരുപ്പില്ല പാറു. എന്റെ ചെരുപ്പിന്റെ വള്ളി പൊട്ടിപ്പോയി. തുന്നിയിട്ടും പിന്നെയും പൊട്ടിപ്പോയി അത്. അപ്പൊ എന്താ മുത്തേ, അനക്ക് എന്റെ അച്ഛനോട് പറഞ്ഞാലേ? അതെ, നിനക്ക് നിന്റെ അച്ഛനോട് പറഞ്ഞൂടെ? ഒന്നും അല്ലെങ്കിലും അത് ഒന്നുകൂടി തുന്നിത്തരാനെങ്കിലും പറഞ്ഞൂടെ? അതല്ല പാറു, എന്റെ ചെരുപ്പേ ഒരുപാട് തവണ തുന്നിയിട്ടതാ. കഴിഞ്ഞ തവണ ചെരുപ്പ് തുന്നാൻ കൊണ്ടുപോയപ്പോഴേ ആ ചെരുപ്പ് കുത്തി പറഞ്ഞു. എന്ത് പറഞ്ഞു? ആ ചെരുപ്പ് ഇനി തുന്നാൻ പാടില്ലാന്ന്. അത്രത്തോളം ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മുത്തേ, നീ നിന്റെ അച്ഛനോട് പറയേ? ഞാൻ പറയണോ? ഞാൻ അച്ഛനോട് പറയാൻ നിൽക്കായിരുന്നു, പക്ഷേ ചെറിയമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നത്. എന്താ എന്റെ ചെറിയമ്മ എന്നോട് പറഞ്ഞിരിക്കണത്? എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ അച്ഛനോട് പറയണ്ട, ചെറിയമ്മയോട് പറഞ്ഞാൽ മതിന്നാ പറഞ്ഞേക്കുന്നേ. എന്നിട്ട് എന്റെ ചെറിയമ്മനോട് പറയേ, അപ്പൊ എന്റെ ചെറിയമ്മ വാങ്ങി തരട്ടെ? ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാ ചെറിയമ്മയോട്. ഞാൻ പോയിട്ട് എന്റെ നീലമ്മനോട് പറഞ്ഞ മുത്തിനൊരു ചെരുപ്പ് വാങ്ങിത്തരും. അതെ, എന്റെ അമ്മച്ചി വാങ്ങിത്തരും മുത്തിന് ചെരുപ്പ്. അയ്യോ വേണ്ട പാറു, അങ്ങനെ ഞാൻ അവരുടെ കയ്യിൽ നിന്നൊക്കെ ചെരുപ്പ് വാങ്ങിയ ചെറിയമ്മ വഴക്ക് പറയും. അച്ഛൻ കണ്ടാല് ചെറിയമ്മയെ വഴക്ക് പറയും. അയ്യോ, സംസാരിച്ചു നിൽക്കുന്നതിനിടക്ക് അത് മറന്നു. തുണികളെ അലക്കിയിടട്ടെ. പാറു, നീ ചുമ്മാ മഴ കൊള്ളല്ലേ, ആ കൊടയിൽ പോയി നിൽക്ക്. പാറു, നീ മഴ കൊള്ളല്ലേ, പോ. വേണ്ട മുത്തേ, ഞാനും കൂടെ അലക്കിത്തരാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് പോവാലോ. വേണ്ട പാറു, നിനക്ക് ഇതൊക്കെ ശീലമില്ലാത്തതല്ലേ. നീ ഒന്ന് ചുമ്മാ ഇരുന്നേ, മഴ കൊള്ളാതെ കൊടയിൽ പോയി ഇരിക്കു പാറു. മുത്തേ, നമുക്കിതൊക്കെ പെട്ടെന്ന് തീർത്താലേ നമുക്ക് പെട്ടെന്ന് പോവാലോ. നടക്കുമ്പോ നല്ല കിതപ്പാ ഡോക്ടറെ. നല്ലോണം ഫുഡൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? ആ ഡോക്ടറെ, ഞാൻ നല്ലോണം കഴിക്കുന്നുണ്ട്. എന്നാ അടുത്തന്നെ അറ്റാക്ക് വരും.
നമ്പർ. ഡോക്ടറെ, അത് രാവിലെ ചായക്ക് മുമ്പാണോ ശേഷാണോ? അതും കൂടി പറയേ. എഴുന്നേറ്റ് പൊക്കോ. നിങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല, വെറുതെ എന്റെ സമയം കളയാനായിട്ട്. നന്നാവണെങ്കിലേ അവനവൻ തന്നെ വിചാരിക്കണം. ഞാൻ പണ്ട് നന്നായി ഡോക്ടറെ. ഭാഗ്യം, വെയിലായതുകൊണ്ട് ഇനി തുണികളെല്ലാം ഉണങ്ങി കിട്ടിയേക്കും. എന്താ എന്താ ചെറിയമ്മേ? നീ ഇവിടെ നിന്ന് പോയിട്ട് എത്ര നേരമായടി? അത് ചെറിയമ്മേ, ഞാൻ ഇവിടുന്ന് പോയപ്പോ നല്ല മഴ പെയ്തില്ലേ, അതാ. എപ്പോ മഴ പെയ്തുന്നാ? എന്നിട്ട് ഇവിടേക്കൊന്നും മഴ പെയ്തില്ലല്ലോ. ഉണ്ടായിരുന്നു ചെറിയമ്മേ, നല്ല മഴയുണ്ടായിരുന്നു. ചെറിയമ്മ അകത്തായതുകൊണ്ട് അറിയാത്തതാവും. ഹോ, അപ്പൊ നീ പറഞ്ഞു വരുന്നത് എനിക്ക് ചെവിയും കണ്ണും ഒന്നും കാണും കേൾക്കയില്ലെന്നാണോ? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല ചെറിയമ്മേ. പിന്നെ നീ എന്ത് പറഞ്ഞെന്നാടി? പിന്നെ പിന്നെ അടുത്ത കഥ ഉണ്ടാക്കി പറയടി. ഒരു കഥ മഴ പെയ്തുന്ന്, ഇനി അടുത്ത കഥ എന്താ? പെട്ടെന്ന് പറ. പറഞ്ഞോ, നുണയുണ്ടാക്കാൻ നിനക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അത് ചെറിയമ്മേ, പിന്നെ എന്റെ കാലിൽ ചെരുപ്പിടാത്തത് കൊണ്ട് എന്റെ കാലിൽ മുള്ളു കുത്തിപ്പോയി. അത് നല്ല വേദന ഉണ്ടായിരുന്നു. അത് പറിച്ചെടുത്തിട്ടാ പിന്നെ ഞാൻ അടക്കാനിരുന്നത്. ഓ, അപ്പൊ നീ എന്താ മുള്ളിന് മുകളിലൂടെയാണോ നടന്നിരുന്നത്? അതെ, നേരായ വഴിയൊന്നും നിനക്ക് അറിയത്തില്ലേ? അതെങ്ങനെയാ? നേരായ വഴി കൂടെ നടന്ന് നിനക്ക് ശീലം വേണ്ടേ? മുള്ളിലൂടെയാണോടി നീ നടക്കുന്നേ? അതല്ല ചെറിയമ്മേ, ഞാൻ ഞാൻ കണ്ടില്ല മുള്ള്. എന്റെ കാലിൽ തറച്ചു പോയി. ഓഹോ, ഇപ്പൊ മുള്ളിനാണ് കുഴപ്പം, നിനക്കല്ല. മുള്ള് വന്ന് നിന്റെ കാലിൽ തറച്ചു. അപ്പോഴും നീ നല്ല കുട്ടി അല്ലേ? അതല്ല ചെറിയമ്മേ, ഞാൻ ചെരുപ്പിട്ടിട്ടില്ലല്ലോ. അപ്പൊ എന്റെ കാലില് പെട്ടെന്ന് മുള്ള് കയറി. നിന്റെ ചെരുപ്പ് എവിടെയാടി? നിനക്ക് ചെരുപ്പൊന്നും ഇല്ലാത്ത പോലെയാണല്ലോ നിന്റെ സംസാരം. ചെറിയമ്മേ, എന്റെ ചെരുപ്പ് വീണ്ടും പൊട്ടിപ്പോയി. ഇനി അത് ഒന്നിനും പറ്റില്ലെന്നാ ചെരുപ്പ് കുത്തി പറഞ്ഞത്. ഓ, ചെരുപ്പ് കുത്തി ഇപ്പൊ നിന്നോട് അങ്ങനെയും പറഞ്ഞോ? എന്നിട്ട് ഞാനൊന്നും കേട്ടില്ലല്ലോ. അതിന് ചെറിയമ്മ വന്നിരുന്നില്ലല്ലോ ചെരുപ്പ് തുന്നാൻ കൊടുക്കാന്. ഞാൻ സ്കൂളിൽ പോകുമ്പോഴല്ലേ കൊടുത്തത്. അപ്പൊ അയാൾ പറഞ്ഞതാ, ഇനി ഇത് തുന്നാൻ പറ്റത്തില്ല, പുതിയത് മേടിച്ചോന്ന്. ഓ, അപ്പൊ ഇനി നിനക്ക് പുതിയ ചെരുപ്പിട്ട് വിലസാലോ അല്ലേ? ആ പേരും പറഞ്ഞ നിനക്ക് പുതിയ ചെരുപ്പ് കിട്ടും അല്ലേടി? ചെറിയമ്മേ, ഞങ്ങളുടെ സ്കൂളിന്റെ അടുത്തൊരു കടയുണ്ട്, ഞാൻ തന്നെ പോയി വാങ്ങിച്ചോളാം. വേണ്ട, നീ അങ്ങനെ ബുദ്ധിമുട്ടണമെന്നില്ല. നിനക്ക് ചെരുപ്പല്ലേ, അതൊക്കെ ഞാൻ വാങ്ങിത്തരാം. നീ പോയി റെഡിയാവ്, നമുക്ക് ചെരുപ്പ് വാങ്ങിക്കാൻ പോകാം. ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കാം ചെറിയമ്മേ. ആഹാ, നീ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പോയി റെഡിയായാലേ ഈ തുണികളൊക്കെ നിവർത്തിയിടുന്നതാരാ? നിന്റെ വേറെ ആരെങ്കിലും വന്ന് നിവർത്തിയിടോ ഇത്? ഇല്ല ചെറിയമ്മേ, ഞാനതിപ്പോ തന്നെ നിവർത്തിയിട്ടോളാം. ഇത് ഇപ്പൊ തരും ചെറിയമ്മേ, ഞാൻ പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളാം. ഡ്രസ്സിലുള്ള ചളിയെല്ലാം പോയിട്ടില്ലേ? ഉണ്ട് ചെറിയമ്മേ, ഞാൻ നല്ലപോലെ കല്ലിൽ അടിച്ചു തിരുമ്പിയതാ. ഡ്രസ്സിലെങ്ങാനും വല്ല ചളിയും കാണട്ടെ, അപ്പൊ പറഞ്ഞു തരാം ഞാൻ ബാക്കി. ഇല്ല ചെറിയമ്മേ, ഒന്നും കാണത്തില്ല, ഞാൻ നന്നായി അലക്കിയിട്ടുണ്ട്. എന്നാ വേഗം തുവർത്തിയിട്ടിട്ട് വാ, നിനക്ക് ഞാനേ ചെരുപ്പില്ലാന്നുള്ള പരാതി അങ്ങോട്ട് മാറ്റിത്തരാം. കൂട്ടുകാരെ, എന്റെ ചെറിയമ്മക്ക് എന്നോട് സ്നേഹമായോ? എനിക്ക് ചെരുപ്പ് വാങ്ങിത്തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ല ചെരുപ്പ് വാങ്ങിത്തരുമോ? നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. നിങ്ങൾക്ക് എന്താ എന്റെ ചെറിയമ്മയെ കണ്ടിട്ട് തോന്നുന്നത്? എനിക്ക് നല്ല ചെരുപ്പ് എന്റെ ചെറിയമ്മ വാങ്ങി തരില്ലേ? തരുമായിരിക്കും അല്ലേ? നിങ്ങളൊന്ന് പറയണേ. നിങ്ങളുടെ മുത്ത് പാവല്ലേ? ചെരുപ്പിടാതെ ഇങ്ങനെ നടന്നാൽ കല്ലും മുള്ളും എല്ലാം കാലിൽ കുത്തില്ലേ? അതാ എനിക്ക് ചെരുപ്പ് വേണമെന്ന് ഞാൻ പറഞ്ഞത്.